ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബീൻസ് വെച്ചുള്ളൊരു മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ബീൻസ് ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ പറിച്ചില്ലെങ്കിൽ തത്ത മൊത്തം കൊണ്ടുപോവേ. അപ്പോൾ നമുക്ക് മൂത്തത് നോക്കി ഒന്ന് പറിച്ചെടുക്കാം. ഇനിയും ഒരല്പവും കൂടെ വണ്ണം വയ്ക്കുവേ, പക്ഷേ വണ്ണം വയ്ക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ തത്ത മൊത്തം കൊണ്ടുപോകും. ഇപ്പോൾ എനിക്കിവിടെ പയർ നടാൻ പറ്റുന്നില്ല. പയർ നട്ടാൽ പയറിങ്ങ വള്ളിയായിട്ട് വരുമ്പോൾ തന്നെ തത്ത വന്നെടുത്തുകൊണ്ട് പോവുകയെ. രാവിലെയാണ് വരുന്നത്. അപ്പോൾ നമുക്കെല്ലാം പറിച്ചെടുക്കാം. ഇടയിലൊക്കെ ഉണ്ട്. ഇത് നിറച്ചുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇടയ്ക്കൊക്കെ സാമ്പാറിലിടാനും അവിയലിൻ്റെയൊക്കെ ഇടാനൊക്കെ പറിച്ചെടുക്കുമായിരുന്നു. ആദ്യമേ ഉണ്ടായതൊക്കെ, അല്ലെങ്കിൽ തത്ത വെച്ചേക്കില്ല. ഇതിൻ്റെ അകത്ത് കായൊന്നും ആയിട്ടില്ല, എന്നാലും അത് വെറുതെ കുത്തിപ്പറിച്ചിടുവേ. അപ്പോൾ ഇത് ഞാൻ തൂക്കി നോക്കിയപ്പോൾ 350 ഗ്രാം ഉണ്ടായിരുന്നേ. നമുക്കിതൊന്ന് അതിൻ്റെ ഒരു നൂല് പോലെ സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ഇതേമാതിരിയാണ് അരിഞ്ഞെടുക്കുന്നത്. നമ്മൾ അച്ചിങ്ങയൊക്കെ പൊട്ടിച്ചിടൂല്ലേ, അതേപോലെ. ആ സൈഡിലുള്ള വരിപ്പ് അത് എടുത്ത് കളയണം. കണ്ടോ, മൂത്തട്ടൊന്നുമില്ല ഇത്. അപ്പോൾ ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടേക്കാം. ഭയങ്കര വലിയ പച്ചമുളകാണ്, നല്ല എരിവും ഉണ്ട് ഇതിന്. അപ്പോൾ അതും ഇതേപോലെ തന്നെ വട്ടം മുറിച്ചിടാം. ഇനി ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണേ. അപ്പോൾ കടുക് ഇടുന്നില്ല. ഞാൻ ഒരു 3-4 വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, അതേപോലെ ചുവന്നുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കിടന്ന് മൂക്കട്ടെ. നല്ലപോലെ മൂക്കണം, ഒന്ന് ചുമന്ന് വരട്ടെ. ഇത് വെന്ത് കിട്ടാൻ ഇത്തിരി പ്രയാസമാട്ടോ. ഇത് ചെറിയ തീയിലിട്ട് തന്നെ വേവിച്ചെടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറിച്ചു കൊണ്ടുവന്ന വഴിയായതുകൊണ്ട് ഇതിലേക്ക് ആ ഉപ്പും പുളിയും മുളകും ഒക്കെ പിടിക്കാനായിട്ട് ഇത്തിരി പ്രയാസമാണ്. 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. അപ്പം ചെറിയ രീതിയിലാണെങ്കിലും സ്ഥലമില്ലെങ്കിലും ടെറസിൻ്റെ മുകളിലൊക്കെ ആണെങ്കിലും നമുക്കിതേപോലെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. ഇപ്പോൾ ഒരു പച്ചമുളകോ തക്കാളി എന്ത് വേണമെങ്കിലും നമുക്കിങ്ങനെ, പക്ഷേ ഇത്തിരി ശ്രമിക്കണം എന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ ചൂട് കൂടുതലായതുകൊണ്ട് വെള്ളമൊക്കെ 3-4 പ്രാവശ്യം വീതം ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകാൻ നിൽക്കരുത്, ഒത്തിരി അങ്ങോട്ട് നിറം മാറണ്ട. നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. നല്ലപോലെ ഇളക്കണേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വേണേ, എന്നാലാണ് ഈ ബീൻസൊക്കെ വെന്ത് അതിലേക്ക് ആ എരിവും ഉപ്പും ഒക്കെ പിടിക്കുകയുള്ളൂ. നല്ലപോലെ ഇളക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് പൊത്തി വെച്ച് കൊടുക്കണേ. എന്നിട്ടൊന്ന് മൂടി വെക്കണം. എന്നിട്ട് തീ കുറച്ചിട്ടിട്ട് വേണേ വേവിക്കാനായിട്ട്.
നല്ലതുപോലെ മുരിയട്ടെ കിടന്ന്. അപ്പോൾ ഇതിൻ്റെ രുചിയൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണേ. അത്രയ്ക്ക് രുചിയാണ്. ഇത് മാത്രം ഉണ്ടെങ്കിൽ മതി നമുക്ക് ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ബീൻസ് മെഴുക്ക് വരട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കണം. കണ്ടോ, ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടൊക്കെ ഉണ്ട്. വെന്ത് കിട്ടാൻ ഇത്തിരി സമയമെടുക്കും പച്ചയായതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.